ജാതി പറഞ്ഞ് അപമാനിക്കപ്പെട്ട ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യ സാക്ഷരതാ കേരളത്തെ വീണ്ടും ഭ്രാന്താലയത്തിലേക്ക് തള്ളപ്പെടുന്നതിന് തുല്യമായ സംഭവമായി പോയെന്ന ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. ദളിത് പിന്നോക്ക വിഭാഗങ്ങളോട് ജാതിഭേദം പുലർത്തി അവരെ അപമാനിക്കുന്ന സ്ഥിതിവിശേഷം അടിക്കടി ഉണ്ടാകുന്നു. കനത്ത ചൂടിൽ ചാലക്കുടിയിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് യാത്രക്കാർ വലയുന്നു. ദേശീയപാത മുരിങ്ങൂർ കൊരട്ടി ചിറങ്ങര മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. വിഷുക്കാലത്ത് വടക്കൻ പറവൂരിലെ ചേനമംഗലത്ത് നടന്നു വരാറുള്ള ചരിത്രപ്രസിദ്ധമായ വിഷുമാറ്റച്ചന്ത തുടങ്ങി. തിങ്കളാഴ്ചയായിരുന്നു ചെറിയ മാറ്റം, 14-ന് ചൊവ്വാഴ്ച വലിയ മാറ്റം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ജാതി പറഞ്ഞ് അപമാനിക്കപ്പെട്ട ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യ സാക്ഷരതാ കേരളത്തെ വീണ്ടും ഭ്രാന്താലയത്തിലേക്ക് തള്ളപ്പെടുന്നതിന് തുല്യമായ സംഭവമായി പോയെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദളിത് പിന്നോക്ക വിഭാഗങ്ങളോട് ജാതിഭേദം പുലർത്തി അവരെ അപമാനിക്കുന്ന സ്ഥിതിവിശേഷം അടിക്കടി ഉണ്ടാകുന്നതായും കുറ്റക്കാരെ കണ്ടെത്തി ജയിലടയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സ്വാമി ആവശ്യപ്പെട്ടു. പണ്ടൊക്കെ സാമൂഹ്യമായ അന്തരീക്ഷത്തിൽ വഴി നടക്കാനും പള്ളിക്കൂടത്തിൽ പോകാനും അമ്പലത്തിൽ പോകാനും ഒക്കെ സ്വാതന്ത്ര്യമില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജാതി ആളുകളുടെ ഉള്ളിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്, മനസ്സിൽ കുടികൊള്ളുകയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് അധസ്ഥിത പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങളെ ഇന്നും ചവിട്ടി താഴ്ത്തുന്ന ഒരു ദുസ്ഥിതിയാണ് നമ്മുടെ കേരളത്തിൽ. ഇതിനെ സംബന്ധിച്ച് ഗുരു ചൈതന്യ മഠത്തിൽ ചേർന്ന ഭക്തന്മാരുടെ യോഗം അപലപിക്കുകയും ഒരു പ്രമേയം അവിടെ അവതരിപ്പിച്ച് പാസ്സാക്കുകയും ചെയ്തു. തെറ്റ് ചെയ്തവരെ കഠിനമായി ശിക്ഷിക്കണമെന്നും അതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് കൈക്കൊള്ളണമെന്നും ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കനത്ത ചൂടിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് യാത്രക്കാർ വലയുന്നു. ദേശീയപാത മുരിങ്ങൂർ കൊരട്ടി ചിറങ്ങര മേഖലയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന ദേശീയപാതയിലെ ഈ മേഖലകളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കാണുന്നത്. ഇരുചക്ര വാഹന യാത്രികർക്കാണ് കൂടുതലും ദുരിതം. ചൂടും പൊടിയും ശ്വസിച്ച് നൂറുകണക്കിന് ഇരുചക്രവാഹന യാത്രികരും ബുദ്ധിമുട്ടിലായി. മുരിങ്ങൂർ ചിറങ്ങര മേൽപ്പാലങ്ങൾ മാർച്ച് 31-ന് തുറന്നു കൊടുക്കുമെന്നായിരുന്നു ദേശീയപാത അധികൃതർ നൽകിയ ഉറപ്പ്. എന്നാൽ പാർശ്വഭിത്തി, മീഡിയൻ അടക്കമുള്ള പ്രവൃത്തികൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. വോട്ട് ചെയ്യാനായി തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതിനാൽ ഈ പ്രവൃത്തികൾ അടുത്ത കാലത്തൊന്നും പൂർത്തിയാക്കാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും. കൊരട്ടിയിലെ മേൽപ്പാലത്തിന്റെ പ്രാരംഭ പ്രവൃത്തികൾ മാത്രമാണ് ഇപ്പോഴും നടക്കുന്നത്. മേൽപ്പാലം പൂർത്തിയാക്കണമെങ്കിൽ 1 വർഷത്തിലധികം സമയം വേണ്ടിവരും. മുരിങ്ങൂർ ചിറങ്ങര മേൽപ്പാലങ്ങൾ തുറന്നു കൊടുക്കുമ്പോൾ 3 വരികളിലായി വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ കൊരട്ടി ജംഗ്ഷനിൽ എത്തുന്നതോടെ വലിയ കുരുക്കായിരിക്കും അനുഭവപ്പെടുക. ഇവിടുത്തെ ഗതാഗതത്തിന് തടസ്സമില്ലാത്ത ക്രമീകരണം ഒരുക്കാൻ ഇപ്പോഴും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. നിലവിൽ കൊരട്ടി ജംഗ്ഷനിൽ വലിയ കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അടിപ്പാതകൾ തുറന്നു കൊടുക്കുന്നതോടെ കുരുക്ക് അതിരൂക്ഷമാകും. ദേശീയപാതയിലെ നിർമ്മാണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 1.5 വർഷമായി ഈ മേഖലയിൽ യാത്രക്കാർ കുരുക്കിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുകയാണ്. ഇനി എത്ര നാൾ കൂടി ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. മീഡിയ ടൈം, ചാലക്കുടി. ചൂട് കനത്തതോടെ ചാലക്കുടി കൊമ്പൻപാറ തടയണയിൽ തിരക്കേറുന്നു. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ പരിയാരം മേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൊമ്പൻപാറ തടയണയിലാണ് ചൂടിന് ശമനം തേടി ആളുകൾ എത്തുന്നത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം തടയണ കയ്യേറി ആഘോഷിക്കുകയാണ്. ചൂട് കനത്തതോടെ ചാലക്കുടി കൊമ്പൻപാറ തടയണയിൽ തിരക്കേറുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും ഇവിടെ എത്തുന്നുണ്ട്. ഞായറാഴ്ച വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കടുത്ത ചൂടിൽ ആശ്വാസം തേടിയാണ് ആളുകൾ എത്തുന്നത്. വേനലവധിയായതോടെ കുട്ടി സംഘങ്ങളും ഇവിടെ സജീവമാണ്. എല്ലാ ദിവസവും വൈകിട്ടോടെ നിരവധി പേരാണ് ഇവിടെ കുളിക്കാനും എത്തുന്നത്. വെളിച്ചമടക്കമുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. തടയണയ്ക്ക് മുകളിലൂടെയുള്ള ഇരുചക്രവാഹന യാത്രികരുടെ സഞ്ചാരം നിയന്ത്രിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. തടയണയ്ക്ക് മുകളിൽ നിന്നും താഴേക്ക് വാഹനമടക്കം വീണ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി.
വിഷുക്കാലത്ത് വടക്കൻ പറവൂരിലെ ചേന്നമംഗലത്ത് നടന്നു വരാറുള്ള ചരിത്രപ്രസിദ്ധമായ വിഷുമാറ്റ ചന്ത തുടങ്ങി. തിങ്കളാഴ്ചയായിരുന്നു ചെറിയ മാറ്റം. 14-ന് ചൊവ്വാഴ്ചയാണ് വലിയ മാറ്റം. ലിയം കുടുംബത്തിന്റെ തറവാടിന് മുന്നിലുള്ള മൈതാനത്താണ് ഈ ചന്ത പരമ്പരാഗതമായി നടക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച് ഗ്രാമീണർക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുക എന്നതായിരുന്നു പാലിയത്തച്ഛന്മാരുടെ ലക്ഷ്യം. ചേന്നമംഗലം പാലിയത്ത് നടക്കാറുള്ള വിഷുമാറ്റ ചന്തയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും സാംസ്കാരിക പ്രാധാന്യമുള്ളതുമായ ഒരു പാരമ്പര്യമാണ്. കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ ഭരണകാലത്താണ് ഈ ചന്തയ്ക്ക് തുടക്കമിട്ടതെന്ന് കരുതപ്പെടുന്നു. പണ്ടുകാലത്ത് നാണയങ്ങൾ പ്രചാരത്തിലാകുന്നതിന് മുൻപ് നിലനിന്നിരുന്ന ഉൽപ്പന്ന കൈമാറ്റ രീതി ബാർട്ടർ സമ്പ്രദായമാണ് ഈ ചന്തയുടെ അടിസ്ഥാനം. കർഷകർ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ കൊണ്ടുവരികയും പകരം തങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ വാങ്ങി മടങ്ങുകയും ചെയ്യുന്ന രീതിയാണിത്. ഇങ്ങനെയാണ് മാറ്റച്ചന്ത എന്ന് വിളിക്കുന്നത്. പാലിയം കുടുംബത്തിന്റെ തറവാടിന് മുന്നിലുള്ള മൈതാനത്താണ് ഈ ചന്ത പരമ്പരാഗതമായി നടക്കുന്നത്. വിഷുവിനോടനുബന്ധിച്ച് ഗ്രാമീണർക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരിടത്ത് ലഭ്യമാക്കുക എന്നതായിരുന്നു പാലിയത്തച്ഛന്മാരുടെ ലക്ഷ്യം. വിഷു കൈനീട്ടം നൽകുന്നതിനൊപ്പം തന്നെ പ്രജകൾക്ക് പരസ്പരം വിഭവങ്ങൾ കൈമാറാനുള്ള വേദിയായി ഇത് മാറി. കൊയ്ത്ത് കഴിഞ്ഞെത്തുന്ന കർഷകർ തങ്ങളുടെ പക്കലുള്ള മൺപാത്രങ്ങൾ, പനമ്പ്, വട്ടി, മുറം തുടങ്ങിയ കരകൗശല വസ്തുക്കളും ചേന, ചേമ്പ് തുടങ്ങിയ കാർഷിക വിളകളും ചന്തയിൽ എത്തിക്കുമായിരുന്നു. പറവൂർ ചേന്നമംഗലം ഭാഗത്തെ കൈത്തറി വസ്ത്രങ്ങൾക്കും ഈ ചന്തയിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്ന് കാലം മാറിയതോടെ സാധനങ്ങൾ കൈമാറുന്ന പഴയ രീതിക്ക് മാറ്റം വന്നെങ്കിലും പാരമ്പര്യത്തിന്റെ ഓർമ്മ പുതുക്കലായി മാറ്റച്ചന്ത ഇന്നും സജീവമായി നടക്കുന്നു. മൺപാത്രങ്ങൾ ഇന്നും ഈ ചന്തയിലെ പ്രധാന ആകർഷണമാണ്. കൃഷിപ്പണികൾക്കാവശ്യമായ കത്തി, മഴുക്കത്തികൾ, ഗൃഹോപകരണങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, മകുടി, ഉണക്കമീനുകൾ, മാമ്പഴം, നാടൻ ഭക്ഷണപാനീയങ്ങൾ, കരിപ്പെട്ടി, കരകൗശല വസ്തുക്കൾ, ബാഗുകൾ, ചേന്നമംഗലം ബാലരാമപുരം കൈത്തറി വസ്ത്രങ്ങൾ മുതൽ കണിക്കൊന്ന പൂക്കളും പടക്കങ്ങൾ വരെ വിലക്കുറവിൽ ഇവിടെ നിന്നും കിട്ടും. മീഡിയ ടൈം, പറവൂർ. യാത്രക്കാരുടെ കൂട്ടായ്മയായ യാത്രയുടെ നേതൃത്വത്തിൽ ഫോട്ടോ പ്രദർശനം സമാപിച്ചു. തൃശൂർ ലളിതകല അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ 3 ദിവസങ്ങളിൽ യാത്രികം 2026 എന്ന പേരിലാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നത്. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 2000-ഓളം പേരുള്ള കൂട്ടായ്മയാണ് യാത്ര കൂട്ടായ്മയിലെ അംഗങ്ങളും പുറത്തു നിന്നുള്ള ആളുകളുമടക്കം 168 പേരുടെ 400-ഓളം ചിത്രങ്ങളാണ് ഫോട്ടോ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യാത്ര ചെയ്യുന്നതിനിടയിൽ കണ്ടെത്തുന്ന അപൂർവ ദൃശ്യങ്ങളും പ്രകൃതി ദൃശ്യങ്ങളുമടക്കം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി ചിത്രങ്ങളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നത്. യാതൊരുവിധ പ്രസ്ഥാനത്തിൻ്റെയോ മറ്റ് സംഘടനകളുടെയോ പിന്തുണയില്ലാതെ യാത്ര മാത്രം വിഷയമാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇതെന്നും ഇതൊരു കൂട്ടുകുടുംബമായിട്ട് നമ്മൾ വളർത്തിയെടുക്കുകയാണെന്നും യാത്ര ഒരു കൂട്ടുകുടുംബത്തിന്റെ ബന്ധുബലവും സൗഹൃദത്തിന്റെ സൗഗന്ധികം നൽകുമെന്ന് കോർഡിനേറ്റർ രാജൻ തലോർ പറഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘടനയോ പിന്തുണയില്ലാതെ യാത്ര മാത്രം വിഷയമാക്കിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഇതൊരു കൂട്ടുകുടുംബമായിട്ട് നമ്മൾ വളർത്തിയെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യാത്ര ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ബന്ധുബലം നൽകും എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ടൊരു മോട്ടോ. ഒരു സൗഹൃദത്തിന് സൗഗന്ധികം നൽകും, കൂട്ടുകുടുംബത്തിൻ്റെ ബന്ധുബലം നൽകും എന്നുള്ളതാണ്. യാത്രാ ഗ്രൂപ്പ് 2022 ആരംഭിച്ചതാണെന്നും ഒരു കുടുംബം പോലെ ഒരുപാട് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ ഇതിലുണ്ടെന്നും ഈ ഒരു പ്രദർശനം ഞങ്ങൾക്ക് ഉത്സവം പോലെയാണെന്നും ടീം ലീഡർ ബിന്ദു വാരിപ്പറമ്പിൽ പറഞ്ഞു. നമ്മുടെ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2022 സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളിപ്പോൾ ഒരുപാട് റിട്ടയറീസും അല്ലാത്ത ആളുകളുമായിട്ട് ഒരു കുടുംബം പോലെ ഒരുപാട് യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ ഇതിലുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു പ്രദർശനം ഞങ്ങൾക്കൊരു ഉത്സവം പോലെ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. കാരണം ഇവിടെ ഞങ്ങളുടെ കൂട്ടായ്മയും നടക്കുന്നു. അതോടൊപ്പം ഏത് ആളുകൾക്കും വേണമെങ്കിലും ഇതിൽ ഫോട്ടോ അയക്കാം. യാത്രകൾക്ക് കൂടുതലൊരു പ്രചോദനമാകുന്ന രീതിയിൽ ഏത് ആളുകൾക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ്. യാത്രായാത്രികം 2026 ഫോട്ടോ പ്രദർശനത്തിന്റെ സമാപന സമ്മേളനം ചലച്ചിത്ര താരം ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സുനിൽ സുഗത മുഖ്യാതിഥിയായിരുന്നു. യാത്രാ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ രാജൻ തലോർ അധ്യക്ഷത വഹിച്ചു. പ്രദർശനമേളയിലെ ജനറൽ വിഭാഗത്തിൽ ആദ്യം 3 സ്ഥാനങ്ങൾ നേടിയ സുരാജ് ആലപ്പുഴ, എം.എൻ. വാസുദേവൻ നമ്പൂതിരി കോതമംഗലം, റാഫി തോട്ടാൻ തലോർ, ജോസഫ് തട്ടകത്ത് തൃശൂർ എന്നിവർക്കുള്ള 5000, 3000, 2000 തുകയും സർട്ടിഫിക്കറ്റും ട്രോഫിയും ഉൾപ്പെടുന്ന സമ്മാനവും യാത്രയിലെ ചിത്രങ്ങളായ യാത്രാപഥത്തിലെ ആദ്യ 3 സ്ഥാനക്കാരായ കെ സുരേഷ്, ചന്ദ്രൻ പാലക്കാട്, ഇ എ സിന്ധു വലപ്പാട്,
കെ കൃഷ്ണകുമാർ വിയൂർ, PM രാജേന്ദ്രപ്രസാദ് മണ്ണുത്തി എന്നിവർക്കുള്ള ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ട്രോഫിയും അടങ്ങുന്ന സമ്മാനവും സുനിൽ സുഗതയും ജയരാജ് വാര്യരും ചേർന്ന് നൽകി. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനിടെ ചാലക്കുടിയിൽ അയൽ സംസ്ഥാന തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശിയും യാസിൻ മുഹമ്മദിന്റെ മകനുമായ 30 വയസ്സുള്ള നൂർ ആലമാണ് മരിച്ചത്. കോട്ടാറ്റ് തോട്ടവീതി ആലൂക്ക ബിജുവിന്റെ വീടിന്റെ ഔട്ട് ഹൗസ് പുതുക്കി പണിയുന്നതിനിടെ തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ഷോക്കേറ്റ് തെറിച്ചു വീണ ആലം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. ആലത്തൂരിലെ 20 വയസ്സുകാരി അസ്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി ഭർതൃവീട്ടിൽ നേരിട്ടത് കൊടിയ മാനസിക പീഡനമെന്ന കുടുംബം. എലിവിഷം ഉള്ളിൽ ചെന്നതോടെ ഏപ്രിൽ 6-നാണ് അസ്ന മരിച്ചത്. അസ്നയെ ഭർത്താവ് അബ്ദുറഹ്മാനും മാതാവും ചേർന്ന് ചൂഷണം ചെയ്തെന്ന് കുടുംബം. മാർക്ക് കുറയുമെന്ന പേടിയിൽ ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തി തീർക്കാൻ ഭർത്താവും കുടുംബവും ശ്രമിക്കുന്നതായി അസ്നയുടെ മാതാപിതാക്കൾ പറയുന്നു. വിഷം ഉള്ളിൽ ചെന്നു എന്ന വിവരവും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരവും ഭർതൃവീട്ടുകാർ മറച്ചുവെച്ചു. അസ്ന മരിച്ചു എന്ന വിവരവും പിറ്റേന്നാണ് അറിയിച്ചത്. പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ഏറെ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച കുടുംബം പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ആലത്തൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജാതി വിവേചനത്തിന്റെ ഇരയായ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS 1-ാം വർഷ വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണത്തെ പ്രതിഷേധിച്ച് KPMS കൊടകര യൂണിയൻ പ്രതിഷേധ റാലിയും പ്രതിഷേധ യോഗവും നടത്തി. കുറ്റക്കാരായ അധ്യാപകരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ട് നീതി നടപ്പിലാക്കണമെന്ന യോഗം ആവശ്യപ്പെട്ടു. യൂണിയൻ സെക്രട്ടറി KU രദീപ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് P സതീഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KV ജനാർദ്ദനൻ, AK സാജു, NV ശിവദാസൻ, TK ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. പുല്ലൂറ്റ് ആശാൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറി സമീപ പ്രദേശങ്ങളിലെ വായനശാലകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിമാസ സാംസ്കാരിക പരിപാടിയും MK സുബ്രഹ്മണ്യന്റെ 3 പുസ്തകങ്ങളുടെ പ്രകാശനവും നടത്തി. TDP സ്കൂളിൽ നടത്തിയ ചടങ്ങിന്റെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് TK ഗംഗാധരൻ നിർവഹിച്ചു. നോവലിസ്റ്റ് ഡോക്ടർ KK യൂസഫ്, കലാകാരൻ PN മോഹനൻ, PA രാമദാസ്, സുധീർ, ശ്രീതാജ് എന്നിവർ പങ്കെടുത്തു. നോവലിസ്റ്റ് MK സുബ്രഹ്മണ്യൻ, ലൈബ്രറിയൻ ഗീതാ ലാലു എന്നിവർ സംസാരിച്ചു. കർഷക സംഘം എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. എടത്തുരുത്തി പാപ്പാടം പാടം പരിസരത്ത് മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് അറക്കപ്പറമ്പലിന്റെ കൃഷിയിടത്തിൽ ചെയ്ത കണിവെള്ളരി, കണിമത്തങ്ങ, പീച്ചിങ്ങ, കുക്കുംബർ, കൈപ്പക്ക, ഔഷധ കുമ്പളങ്ങ, പയർ, ചീര, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറി കൃഷിയാണ് വിളവെടുപ്പ് നടത്തിയത്. കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭൈന പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് സുബി ശങ്കർ അധ്യക്ഷനായിരുന്നു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ വോളിബോൾ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു. ഏപ്രിൽ 10 മുതൽ 30 വരെ ഫുട്ബോൾ, വോളിബോൾ ഇനങ്ങളിലാണ് ശാസ്ത്രീയമായ രീതിയിൽ പരിശീലനം നൽകുന്നത്. വിദഗ്ധരായ പരിശീലകരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. വാർഡ് മെമ്പർ VV സുവീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ KS കിരൺ, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ, പ്രിൻസിപ്പൽ PK ശ്രീജിഷ്, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്, അഡ്മിനിസ്ട്രേറ്റർ K അനിൽ, SRG കൺവീനർ ബിജു, മോഹൻ ബാബു എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജാതി പറഞ്ഞ് അപമാനിക്കപ്പെട്ട ഡെന്റൽ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യ സാക്ഷരതാ കേരളത്തെ വീണ്ടും ഭ്രാന്താലയത്തിലേക്ക് തള്ളപ്പെടുന്നതിന് തുല്യമായ സംഭവമായി പോയെന്ന ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ. ദളിത് പിന്നോക്ക വിഭാഗങ്ങളോട് ജാതിഭേദം പുലർത്തി അവരെ അപമാനിക്കുന്ന സ്ഥിതിവിശേഷം അടിക്കടി ഉണ്ടാകുന്നു. കനത്ത ചൂടിൽ ചാലക്കുടിയിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് യാത്രക്കാർ വലയുന്നു. ദേശീയപാത മുരിങ്ങൂർ കൊരട്ടി ചിറങ്ങര മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. വിഷുക്കാലത്ത് വടക്കൻ പറവൂരിലെ ചേനമംഗലത്ത് നടന്നുവരാറുള്ള ചരിത്രപ്രസിദ്ധമായ വിഷുമാറ്റച്ചന്ത തുടങ്ങി. തിങ്കളാഴ്ചയായിരുന്നു ചെറിയ മാറ്റം, 14-ന് ചൊവ്വാഴ്ച വലിയ മാറ്റം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.